Board exams are near and we are going to study the important parts of this chapter, chemical kinetics. This is important refresh. Okay, so first thing, rate of a chemical equation, and the first equation we need to study is rate equal to minus d the rate reactant concentration by dt, that is equal to d product in the concentration by dt. D എന്ന് ഉദ്ദേശിക്കുന്ന ചേഞ്ച് ആണ്, ഒരു സ്മോൾ ഇൻ്റർവെല്ലിലെ ചേഞ്ച് ആണ് സ്മോൾ ഡി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ ലാർജ് ചേഞ്ച് ആണെങ്കിൽ ഇത് കാണിക്കും, ഇത് ആവറേജിൻ്റെ സിമ്പിളാണ്. ഇതല്ല ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, ഡി ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് നമുക്ക് ബാക്കിയുള്ള ഇക്വേഷൻസിനും ഡെറിവേഷൻസിനും ഒക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഡി ഉപയോഗിച്ചിരിക്കുന്നത്. So when reactants gives products, this is the rate equation. Okay, now order of a reaction. Rate of a reaction can also be written in this form: R equal to rate R equal to K into A raised to concentration of A raised to X into concentration of B raised to Y. അത് ഈ റിയാക്ഷൻ്റെ ആണ് ഈ റേറ്റ് ഇക്വേഷൻ കാണിച്ചിരിക്കുന്നത്. ഓർക്കണം, ഈ എക്സും വൈ ഒരിക്കലും എന്തല്ല കോഎഫിഷ്യൻ്റ് അല്ല. ഈ എയുടെയും ബിയുടെയും കോഎഫിഷ്യൻ്റ് അല്ല എന്ത് എക്സും വൈയും. എക്സും വൈയും നമ്മുടെ എക്സ്പെരിമെൻറ്റ്സ് വഴി കണ്ടുപിടിക്കുന്ന കോൺസ്റ്റൻസ് ആണ് എക്സും വൈ. Okay, so K is another constant called the rate constant. Now what is the unit of rate? Rate in a unit concentration by time alle. So rate in a unit mole per liter per second. Mole per liter per second ആണ് റേറ്റിൻ്റെ ഇക്വേഷൻ. റേറ്റിൻ്റെ യൂണിറ്റ്, ഈ റേറ്റ് കോൺസ്റ്റൻ്റ് യൂണിറ്റും റേറ്റിൻ്റെ യൂണിറ്റും തമ്മിൽ മാറിപ്പോകരുത്. കാരണം റേറ്റ് കോൺസ്റ്റൻറ്റിൽ വേറെ കുറേ യൂണിറ്റ്സ് ഉണ്ട്. ഓക്കെ, depending upon x and y, the unit of k is also changing, that we are coming across. Now what is order? Order means simply x plus y. Order is simply x plus y. Now we are going to derive the order, the expressions and equations for first order and zero order reactions. Okay, ഇത് രണ്ടുമാണ് ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് വരുന്നത് ഈ രണ്ട് സെക്ഷനിൽ നിന്നാണ്, അതായത് സീറോ ഓർഡറും ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻസും. ഓക്കെ, ലെറ്റ്സ് ഗോ. സീറോ ഓർഡർ റിയാക്ഷൻ. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ബുക്കും പേനയും എടുത്തിട്ട് എൻ്റെ കൂടെ ഡിറൈവ് ചെയ്യാം. ഓക്കെ, സോ ലെറ്റ്സ് കൺസിഡർ എ റിയാക്ഷൻ ആർ ഗിവ് പ്രോഡക്റ്റ് പി. ഓക്കെ, സോ വാട്ട് ഈസ് ദ റേറ്റ് ഓഫ് ദിസ് റിയാക്ഷൻ ഇൻ ടേംസ് ഓഫ് ഫസ്റ്റ് നമ്മൾ ആദ്യം പഠിച്ചില്ലേ, അത് വെച്ച് നമ്മൾ എഴുതുമ്പോൾ ഡി ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ആർ ഡിവൈഡഡ് ബൈ ഡി ടി. This is the rate of a reaction and this is a zero order reaction. Zero order reaction എന്ന് പറഞ്ഞാൽ അതിൻ്റെ റേറ്റ് ഈക്വൽ ടു കെ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ആർ റേസ് ടു സീറോ എന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മൾ നേരത്തെ പറഞ്ഞു കെ ഇൻറ്റു എ റേസ് ടു എക്സ് ബി റേസ് ടു വൈ. അപ്പോൾ അതിൽ എ റേസ് ടു ഒരു റിയാക്റ്റൻ്റെ ഉള്ളൂ, അപ്പം ആർ റേസ് ടു ഇത് സീറോ ഓർഡർ റിയാക്ഷനാണ്. അപ്പോൾ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു സീറോ, അതായത് റേസ് ടു സീറോ ആയിരിക്കണം. അപ്പം ഈ ആർ റേസ് ടു സീറോ മീൻസ് 1 only, and therefore we can write this as minus dr by dt equal to k. Okay, now dr equal to minus k dt. Okay, this is our equation. Now we are going to derive from that equation. Now we are integrating. നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പോണ integrating from t equal to 0 to t equal to t. So t equal to 0 il integrating both sides, t equal to 0 il r ne namukku r0 എന്ന് എഴുതാം. t equal to t, it is capital R only. Okay, then we integrate this, we will get dr ne integrate ചെയ്യുമ്പോഴത്തേക്കും r0 minus concentration of R0 minus concentration, okay, upper limit minus lower limit, upper limit minus lower limit equal to minus k into t. K constant അല്ലേ, k പുറത്തേക്ക് വരും. ഓക്കെ, എന്നിട്ട് നമുക്ക് ഈ ഇക്വേഷൻ കിട്ടും. ആൻഡ് പിന്നെ നമുക്ക് നമ്മുടെ ഫൈനൽ ഇക്വേഷൻ കിട്ടും, R equal to R0 minus KT, or we can write it as minus KT plus R0. This is our final equation. So R0 is equal to minus K, R equal to minus KT plus R0. Okay, and if you are drawing the graph for concentration versus time for a zero order reaction, how will it look like? ഇത് നെഗറ്റീവ് സ്ലോപ്പാണ് അല്ലേ, നെഗറ്റീവ് സ്ലോപ്പാണ്. സോ സ്ലോപ്പ് നെഗറ്റീവാണ്, പോസിറ്റീവാണ്. സോ ഇങ്ങനെ കാണിക്കും, പോസിറ്റീവ് y intercept പോസിറ്റീവും
negative slope ആണ്. So നമ്മുടെ ഗ്രാഫ് ഇങ്ങനെ concentration time graph for a zero order reaction will be like this. Now we have to see half life. ഈ ഇക്വേഷൻ ആണ് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫസ്റ്റ് ഇക്വേഷൻ, R equal to minus KT plus R0. Now സെക്കൻഡ് നമുക്ക് ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ് ഹാഫ് ലൈഫ്. ഹാഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ ഒരു റിയാക്ഷൻ നടക്കുമ്പോൾ അതിൻ്റെ കോൺസെൻട്രേഷൻ പകുതി ആവാൻ എടുക്കുന്ന സമയമാണ് ഹാഫ് ലൈഫ് എന്ന് പറയുന്നത്. സോ ഇവിടെ ഈ കോൺസെൻട്രേഷൻ ഇനീഷ്യലി R0 ആയിരുന്നു, ഫൈനലി R ആയി. ഇനീഷ്യലി R0 ഫൈനലി R ആയി. അപ്പോൾ ഫൈനലി അതിൻ്റെ കോൺസെൻട്രേഷൻ പകുതി ആവണം. അപ്പോൾ R എന്തായിരിക്കണം? R0/2 ആയിരിക്കണം. അതാണ് നമ്മുടെ ഹാഫ് ലൈഫ്. അപ്പോൾ അത് ഇവിടെ നിന്ന് നമുക്ക് ഡെറൈവ് ചെയ്യാം. ഓക്കെ, this is a graph, okay, and this is our equation, and we are doing half life. കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? R-ന് വരും R0/2 ഇട്ട് കൊടുക്കുന്നു. R0/2. So we will get KT equal to R0/2 and T half life T1/2 അങ്ങനെയാണ് നമ്മൾ ഹാഫ് ലൈഫ് എഴുതുന്നത്. ഈക്വൽ ടു R0/2 into K. This is a half life equation for a zero order reaction, and this is the general equation for a zero order reaction. Okay, these two equations are very important for zero order reaction. Then this graph also, a concentration versus time graph with negative slope. Okay, so this is zero order reaction. One more thing, നമ്മൾ സീറോ ഓർഡർ റിയാക്ഷനിലെ കെയുടെ ഇക്വേഷൻ നമ്മൾ പറയാം. നമുക്കറിയാം റേറ്റിൻ്റെ ഇക്വേഷൻ റേറ്റിൻ്റെ ഇക്വേഷൻ കെ ഇൻറ്റു ഗൈസ് വൺ മോർ തിങ്, നമ്മൾ റേറ്റിൻ്റെ ഇക്വേഷൻ റേറ്റ് ഈക്വൽ ടു കെ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ആർ അല്ലേ നമ്മൾ ആദ്യം എഴുതിയത്. രണ്ടാമത്തെ ഇക്വേഷൻ റേറ്റിൻ്റെ ഈ റേറ്റ് സ്മോൾ ആർ റേറ്റ് ആണ്, നമുക്ക് റേറ്റ് എന്ന് തന്നെ എഴുതാം. ഓക്കെ, ഇവിടെ നമുക്ക് കെയുടെ R⁻0 ഫോർ സീറോ ഓർഡർ റിയാക്ഷൻ, ദാറ്റ് ഈസ് റേറ്റ് ഈക്വൽ ടു കെ ഓൺലി. ഇവിടെ നമുക്ക് കെയുടെ യൂണിറ്റ് റേറ്റിൻ്റെ യൂണിറ്റിനോട് ഈക്വൽ ആണെന്ന് പറയാമല്ലോ. സോ ഫോർ സീറോ ഓർഡർ റിയാക്ഷൻ കെയുടെ യൂണിറ്റ് എന്തായിരിക്കും? യൂണിറ്റ് ഓഫ് കെ ഈസ് മോൾ പെർ ലിറ്റർ പെർ സെക്കൻഡ്. സീറോ ഓർഡർ റിയാക്ഷൻ കെയുടെ യൂണിറ്റ് മോൾ പെർ ലിറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് ഈ കെയുടെ ഇക്വേഷൻ കെയുടെ യൂണിറ്റ് കണ്ടുപിടിക്കാനുള്ള ട്രിക്കും കൂടെ പറഞ്ഞുതരാം. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. ഗൈസ്, ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ഇവിടെയും നമ്മൾ കൺസിഡർ ചെയ്യാണ് റിയാക്റ്റൻസ് ഗിവ്സ് പ്രോഡക്ട്സ്, ആൻഡ് ഇവിടെ റേറ്റിൻ്റെ ഇക്വേഷൻ, റേറ്റിന് രണ്ട് ഇക്വേഷൻ ഉണ്ട്. ഫസ്റ്റ് ഇക്വേഷൻ -dR/dt ഈക്വൽ ടു കെ, റേറ്റിൻ്റെ അതർ ഇക്വേഷൻ K into concentration of R⁻1 for first order reaction. Now we bring this R down, we will get dR by concentration of R minus K dt. Now we integrate it. Initially R0 ആണ് concentration, finally concentration R ആണ്, initially time 0, finally time T. ഓർക്കേണ്ടത് ചില ക്വസ്റ്റ്യനിനകത്ത് നമുക്ക് രണ്ട് ടൈം പീരീഡ്സ് കാണും, അതായത് ഇന്ന ടൈമിൽ നിന്ന് ഇന്ന ടൈം വരെയുള്ള കോൺസെൻട്രേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനൊക്കെ പറയും. അപ്പോൾ അങ്ങനെയുള്ള ചോദ്യം ചോദിക്കുമ്പോൾ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ T1 തൊട്ട് T2 വരെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഇത് ഇങ്ങനെ തന്നെ നിൽക്കും, R0 to R1, R0 to R, or we can also write it as R1 to R2, T1 to T2, R1 to R2, ഇങ്ങനെ നമുക്ക് ചെയ്യാം. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ ഇനിഷ്യലി 0 ടൈമിലും കോൺസെൻട്രേഷൻ R0 ആയിട്ടും എടുക്കുന്നുണ്ടാണ്. ഇത് ജനറൽ ഇക്വേഷൻ ആണ്, ഓർക്കണം. ഓക്കെ, so integral of this thing is ln R. Integral of this thing, integral of something like that, integral of dA/A ln A ആണ്. integral of dR/R is ln R. ln എന്ന് പറഞ്ഞാൽ log to the base E, log to the natural log ആണ്, log to the base E ആണ്. Okay, so now we are going to integrate this. ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ln R from the limit R0 to R will be equal to minus KT.
ശരിയല്ലേ? കെയുടെ ലിമിറ്റ് നമ്മൾ ഇട്ട് കൊടുത്ത അല്ല ടിയുടെ ലിമിറ്റ് നമ്മൾ ഇട്ട് കൊടുത്തതിന് ശേഷമുള്ള ഇക്വേഷനാണ്. അപ്പോൾ നമുക്ക് കിട്ടും ഇക്വേഷൻ ln r മൈനസ് ln r0 ഈക്വൽ ടു മൈനസ് KT. ഇതിനെ ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നാൽ നമുക്കൊരു ഇക്വേഷൻ കിട്ടും. ആക്ച്വലി നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ log a മൈനസ് log bനെ നമുക്ക് log a ബൈ ബി എന്ന് എഴുതാമല്ലോ. r by r0 equal to minus KT. You see this equation? Yeah. So ഇങ്ങനെ എഴുതാം. It doesn't matter which kind of type you write. ഏത് രീതിയിൽ എഴുതിയാലും കുഴപ്പമില്ല. ആക്ച്വലി ഇതാണ് മോസ്റ്റ് പ്രിഫേർഡ്. r by r0 ln r by r0 equal to minus KT. കാരണം ഇവിടെ നമുക്ക് rന് മീൻസ് മൾട്ടിപ്പിൾസ് r0ൻ്റെ മൾട്ടിപ്പിൾസ് ആണെങ്കിൽ ക്യാൻസൽ ചെയ്യാൻ എളുപ്പമാണ് അല്ലേ? യാ. Now natural ലോഗരിതത്തിനെ to the base 10 ആക്കി മാറ്റാൻ to the base 10 ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? മൾട്ടിപ്ലൈ ചെയ്യണം. 2.303 log r by r0 equal to minus KT. log ln log ആക്കാൻ വേണ്ടി multiplied by 2.303 and okay, so this is our equation. നമുക്ക് ഈ ഇക്വേഷനെ പല രീതിയിൽ മൈനസ് ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ ഈ ലോഗ് തിരിയും, log r0 by r ആവും. അപ്പോൾ ഇതിനെ നമുക്ക് ഏത് രീതിയിലും തിരിക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ഗ്രാഫ് നോക്കുവാണ്. ln ആറും ടൈം ടിയും തമ്മിലുള്ള ഗ്രാഫാണ്. ഇങ്ങനെയുള്ള ഗ്രാഫാണെങ്കിൽ ഇതെന്തായിരിക്കും? സ്ട്രെയിറ്റ് ലൈൻ വിത്ത് നെഗറ്റീവ് സ്ലോപ്പ്. ഇനി അഥവാ നമുക്ക് വേറൊരു ഗ്രാഫ് ചോദിക്കാം. log r0 by rൻ്റെ ഗ്രാഫ്. ഇവിടുത്തെ സ്ലോപ്പ് എത്ര? ഇവിടുത്തെ സ്ലോപ്പ് മൈനസ് കെ ആൻഡ് അതായത് ഈ ln r0 ഇവിടേക്ക് വരും. ഓക്കെ, ഇനി ഇത് നോക്ക്. ഇതിലത്തെ സ്ലോപ്പ് എന്തായിരിക്കും? ഇവിടെ r0 by r ആണ്, r by r0 അല്ല, r0 by r ആണ്. സോ ദിസ് വിൽ ബി എസ് പോസിറ്റീവ്. ഇവിടെ ഇൻ്റർസെപ്റ്റ് ഇല്ലാത്തതിൻ്റെ കാരണം ഇത് r by r0 തന്നെയാണ് ഡയറക്റ്റ് ചോദിച്ചിരിക്കുന്നത്, അതുകൊണ്ട് ഇൻ്റർസെപ്റ്റ് ഇല്ല. സ്ലോപ്പ് പോസിറ്റീവ് k by 2.303 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതുപോലുള്ള ഗ്രാഫൊക്കെ ചോദിക്കാം. ഇനി നമുക്ക് ഹാഫ് ലൈഫ് കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് r0 by 2 ഇട്ടാൽ മതി. r0 by 2 ഇട്ട് കൊടുത്തു. അപ്പോൾ ln 1 by 2 കിട്ടി അല്ലേ? t half by minus k. Okay, 1 by 2 equal to minus k into t half. കുറച്ചുകൂടെ ക്ലാരിറ്റിയിൽ എഴുതരാം. ഓക്കെ, so what was our equation? Now we are going to calculate half life. Okay, half life calculation. Half life we know ln termsൽ എഴുതാം. ln equal to ln r by r0 is equal to minus kt. ഇതാണ് നമ്മൾ കണ്ടുപിടിച്ച ഇക്വേഷൻ. ഈ മൈനസിനെ ഇപ്പുറത്തോട്ട് കൊണ്ടുവരുമ്പോൾ ഇത് r0 by r ആയി മാറും. ഫൈൻ. നൗ ടി ഹാഫ് കണ്ടുപിടിക്കുന്നതുകൊണ്ട് നമുക്ക് ടീനൊരു ടി ഹാഫ് ഇട്ട് കൊടുക്കാം. ദെൻ r0 ഫൈനലി അതെന്തായി മാറി? r0 by 2 ആയി മാറി. കട്ട് ചെയ്തു. ln 2 equal to k into t half and t half is equal to ln 2 by k. ln 2 is 2.303 log 2 by k and log 2 is 0.3. 0.3 into 2.303 we will get 0.693 by k. 0.693 by k and ഒരു മിനിറ്റ് ഞാൻ ശരിയാണ് നോക്കട്ടെ. 0.693 by k and that is our t half equation.
for a first order reaction. T half for a first order reaction is 0.693 by K. K is a constant, 0.693 is a constant. That means half-life for a first order reaction is a constant. So half-life T half and concentration. Graph straight line. It's a straight line. It has no dependence. Straight line. It is a constant. T half for a first order reaction is a constant. ഇനി നമുക്ക് പറയാനുള്ളത് കെയുടെ യൂണിറ്റ് ആണ്. സോ യൂണിറ്റ് ഓഫ് കെ ഫോർ എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ റേറ്റ് ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എ റേസ് ടു 1. റേറ്റിൻ്റെത് മോൾ പെർ ലിറ്റർ പെർ സെക്കൻഡ്. കെയുടെ കോൺസെൻട്രേഷൻ അറിയത്തില്ല, കെയുടെ യൂണിറ്റ് അറിയത്തില്ല. സോറി, കെയുടെ യൂണിറ്റ് അല്ലെങ്കിൽ കെയുടെ ഡയമെൻഷൻ നമുക്കറിയത്തില്ല. എയുടെ യൂണിറ്റ് മോൾ പെർ ലിറ്റർ പെർ സെക്കൻഡ്. ഇത് കോൺസെൻട്രേഷൻ്റെ യൂണിറ്റ് അല്ലേ? ഓക്കെ ഗൈസ്, ഓക്കെ. ഓ മൈ ഗാഡ്, റേറ്റിൻ്റെ യൂണിറ്റ് ഞാൻ എന്താണ് ഗൈസ് പഠിപ്പിച്ചത്? ഐ എം സോ സോറി. ബിക്കോസ് റേറ്റിൻ്റെ യൂണിറ്റ് കോൺസെൻട്രേഷൻ ബൈ ടൈം അല്ലേ? അപ്പോൾ ബൈ ടൈം ചെയ്യണ്ടേ? നമ്മൾ ബൈ ടൈം ചെയ്തില്ലെന്ന് തോന്നുന്നു അല്ലേ? ഓ മൈ ഗോഡ്, ഐ എം സോ സോറി ഗൈസ്. സീറോ ഓർഡർ റിയാക്ഷന് റേറ്റിൻ്റെ ഇക്വേഷനും റേറ്റിൻ്റെ യൂണിറ്റും കെയുടെ യൂണിറ്റും സെയിം ആണ്. റേറ്റ് കോൺസ്റ്റൻ്റ് ആയ കെയുടെ യൂണിറ്റും സെയിം ആണ്. ആ യൂണിറ്റ് എന്ന് പറയുന്നത് മോൾ പെർ ലിറ്റർ പെർ സെക്കൻഡ് റേസ് ടു -2 ആണ്. കാരണം റേറ്റിൻ്റെ ഇക്വേഷൻ കോൺസെൻട്രേഷൻ ബൈ ടൈം ആണ്. ഓക്കെ, now we can just cancel them and we will get കെയുടെ യൂണിറ്റ് പെർ സെക്കൻഡ്. കെയുടെ യൂണിറ്റ് എന്താണ്? പെർ സെക്കൻഡ്. നൗ ഞാൻ പറഞ്ഞില്ലേ ഒരു ട്രിക്ക് തരാം. നമുക്ക് യൂണിറ്റ് കണ്ടുപിടിക്കാനായിട്ട് ഫസ്റ്റ് ഓർഡർ, സീറോ ഓർഡർ, സെക്കൻഡ് ഓർഡർ ഇതിൻ്റെ എല്ലാ യൂണിറ്റിന് വേണ്ടിയിട്ട് കണ്ടുപിടിക്കാനായിട്ട് തേർഡ് ഓർഡർ, ഫോർത്ത് ഓർഡർ എന്തിൻ്റെ കണ്ടുപിടിക്കാം. അതാണ് ഒരു ഇക്വേഷനാണ്. മോൾ റേസ് ടു n-1 - n ലിറ്റർ റേസ് ടു n-1 പെർ സെക്കൻഡ്. മോൾ റേസ് ടു 1 - n ലിറ്റർ റേസ് ടു n-1 പെർ സെക്കൻഡ്. ഫസ്റ്റ് ഓർഡർ, സെക്കൻഡ് ഓർഡറിൻ്റെ എല്ലാം കെയുടെ യൂണിറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണിത്. കെയുടെ യൂണിറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഓക്കെ, സോ ഐ ഹോപ്പ് യു ഹാവ് understood the derivation of first order, second order reaction and its half life. ഓക്കെ, ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ ഹാഫ് ലൈഫ് കോൺസ്റ്റൻ്റ് ആണ്. എല്ലാ റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസസും നാച്ചുറലി ഓക്കറിങ് ക്വസ്റ്റ്യനിൽ റേഡിയോ ആക്റ്റീവ് അവിടെ കണ്ടാൽ അത് എന്തായിരിക്കും? ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആയിരിക്കും. ഓക്കെ, സോ സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ്, സിമ്പിൾ ആൻഡ് ഷോർട്ട് ഡെറിവേഷൻ വീഡിയോസ് നമ്മൾ മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോസാണ്. ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ കാത്ത് നിങ്ങളിരിക്കുക. താങ്ക് യു. പ്ലീസ് സബ്സ്ക്രൈബ്.